കൂടുതൽ സ്വപ്നങ്ങളെയും കൊല്ലുന്നത് പരാജയമല്ല, സംശയമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ഓർക്കുക, കടുത്ത സമ്മർദ്ദത്തിലാണ് വജ്രങ്ങൾ രൂപപ്പെടുന്നത്. എവിടെയും എത്താനുള്ള ആദ്യപടി നീ നിലവിൽ നിൽക്കുന്നിടത്ത് ഇനിയും തുടരാൻ തയ്യാറല്ലെന്ന് തീരുമാനിക്കലാണ്. ആരും കാണാനില്ലാത്ത നേരത്ത് അവൻ ചെയ്യുന്നത് എന്താണെന്നാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം. ദരിദ്രവാസികളുടെ മതിപ്പ് നേടാൻ സ്വയം ദരിദ്രവാസി ആവാതിരിക്കുക. നിന്നെ ഏകാന്തത തോന്നിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. മോശം കൂട്ടുകെട്ടിനേക്കാൾ നല്ലത് കൂട്ടുകാർ ഇല്ലാതിരിക്കുന്നതാണ്. നിന്റെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അവർ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിനക്കറിയില്ല. നിന്റെ ജീവിത ലക്ഷ്യം ആരും നിനക്ക് കണ്ടുപിടിച്ച് തരാൻ പോകുന്നില്ല. അത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ജീവിതം നീതിപൂർണമല്ല, എങ്കിലും അത് നല്ലതാണ്. റിസ്ക് എടുക്കാൻ ധൈര്യമില്ലാത്തവർ ജീവിതത്തിൽ ഒന്നും നേടാതെ പോകുന്നു. സ്വയം ഒരു ഉപകാരം ചെയ്യുക, സമ്പന്നനാവുക. പണം കൊണ്ട് ജീവിതം എളുപ്പമാകും, ഒരുപാട് ഒഴിവു സമയം കൊണ്ടല്ല. നിരാശയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. സമ്മർദ്ദങ്ങൾ താൽക്കാലികമാണ്, പക്ഷെ അവയിൽ നിന്ന് നീ പഠിക്കുന്ന പാഠങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. നിന്റെ പരമാവധി ചെയ്യുക, പ്രക്രിയയെ വിശ്വസിക്കുക. നിന്റെ അധ്വാനം കൂടുന്നതിനനുസരിച്ച് നിന്റെ ഭാഗ്യവും വർദ്ധിക്കുന്നു. കൊടുക്കുമ്പോൾ പരിധികൾ വെക്കുക, കാരണം വാങ്ങുന്നവർക്ക് അതുണ്ടാവില്ല. ജീവിതത്തിൽ നിനക്ക് മൂന്നാലൊന്ന് തിരഞ്ഞെടുക്കാം. നടക്കുന്നത് എന്താണെന്ന് കണ്ടു നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയത് നടത്തിയെടുക്കാം. അതുമല്ലെങ്കിൽ നടന്നതു കണ്ട് പകച്ചു നിൽക്കാം. നിരാശ വേണ്ട, എല്ലാം പാഠങ്ങളാണ്. വിഷമിക്കരുത്, എല്ലാം അംഗീകരിക്കുക. പ്രതീക്ഷകളില്ല, നന്ദി മാത്രം. ജീവിതം വളരെ ഹ്രസ്വമാണ്. ആളുകളുടെ സ്വീകാര്യത നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുക. നാം യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ ഭാവനകളിലാണ്. മനുഷ്യർ മാറും, സ്നേഹിച്ചവർ വേദനിപ്പിക്കും, സുഹൃത്തുക്കൾ വിട്ടുപോകും, പദ്ധതികൾ പാളും. എന്നാലും ജീവിതം മുന്നോട്ട് തന്നെ പോകും. ഒരു കാര്യവും ചെയ്തു തീരുന്നതുവരെ ആരെയും അറിയിക്കാതിരിക്കുക. നിന്റെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കാര്യമായി കാണുന്ന ഒരേ ഒരു വ്യക്തി നീ മാത്രമാണ്. അത് നടത്തിത്തരാൻ പോകുന്ന ഒരേ ഒരാളും നീ തന്നെ. നിന്നെ വേദനിപ്പിച്ച കാര്യങ്ങളെ മറന്നേക്കുക, പക്ഷേ അതിൽ നിന്ന് നീ പഠിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നത് നേട്ടമാണ്, പക്ഷേ സ്വന്തത്തെ കീഴ്പ്പെടുത്തുന്നതാണ് യഥാർത്ഥ ശക്തി. നിന്റെ വേഗതയേക്കാൾ പ്രധാനം നിന്റെ ദിശയാണ്. ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം നൽകുന്നു, മോശം ദിവസങ്ങൾ അനുഭവം നൽകുന്നു, നശിച്ച ദിവസങ്ങൾ പാഠങ്ങൾ നൽകുന്നു, മികച്ച ദിവസങ്ങൾ ഓർമ്മകൾ നൽകുന്നു. ജീവിതം ചെറുതാണ്, ജീവിക്കുക. സ്നേഹം അപൂർവമാണ്, അത് മുറുകെ പിടിക്കുക. കോപം മോശമാണ്, ഉപേക്ഷിക്കുക. ഭയം നിന്ദ്യമാണ്, നേരിടുക. ഓർമ്മകൾ മധുരമാണ്, അവയെ വിലമതിക്കുക. ഈ ലോകത്ത് ആരെയും അമിതമായി ആശ്രയിക്കരുത്. ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിന്നെ വിട്ടു പോകുന്നു. ജീവിതത്തിലെ മികച്ച സമയങ്ങളിൽ പലതും ഇനിയും വരാനുണ്ടെന്ന് ഓർക്കുക. ദുശീലങ്ങൾ സുഖമുള്ള മെത്ത പോലെയാണ്. കയറിക്കിടക്കാൻ എളുപ്പമായിരിക്കും, വിട്ടുപോകാൻ പ്രയാസമാണ്.
തിരക്ക് കൂടിയതല്ല ആരുടെയും പ്രശ്നം, മുൻഗണന കുറഞ്ഞതാണ്. നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുക. ആളുകളെ വിശ്വസിക്കുമ്പോൾ സൂക്ഷിക്കുക. ഉപ്പും പഞ്ചസാരയും കാണാൻ ഒരുപോലെയാണ്. ഓരോരുത്തർക്കും നീ ആരായിരുന്നുവെന്ന് കാലം നിനക്ക് കാണിച്ചു തരും. ശാന്തനായിരിക്കുക. ഇത്തരം ഘട്ടങ്ങളെ ഇതിനു മുമ്പ് നീ തരണം ചെയ്തിട്ടുണ്ട്. ഇതും നീ തരണം ചെയ്യും. ആളുകൾക്ക് നീ ഒരു ഓപ്ഷൻ മാത്രമാണെങ്കിൽ അവരെ ഒഴിവാക്കുന്നത് മാത്രമാണ് നിനക്കുള്ള ഓപ്ഷൻ. സമ്പത്തിനേക്കാൾ മൂല്യം അനുഭവങ്ങൾക്ക് നൽകുക. കാരണം ഓർമ്മകളാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പാദ്യം. നിന്നെ സ്നേഹിക്കുന്നവരും ഒരുപാടുണ്ട്, അല്ലാത്തവരെ മാത്രം ശ്രദ്ധിക്കാതിരിക്കുക. നിന്റെ ശരീരത്തെ പരിപാലിക്കുക. ആരോഗ്യം സമ്പത്താണ്. നിന്റെ ഏറ്റവും ശക്തിയുള്ള പേശിയും ഏറ്റവും മോശവാനായ ശത്രുവും നിന്റെ മനസ്സ് തന്നെയാണ്. നിയന്ത്രിക്കാൻ പഠിക്കുക. പുറത്തേക്ക് ഒന്നും കാണിക്കരുത്. അവരെ നിശബ്ദമായി ഒഴിവാക്കുക. മറ്റൊരാളുടെ പുരോഗതി നിങ്ങളുടേത് ഒട്ടും കുറക്കുന്നില്ല. ചെറിയ കൂട്ടുകെട്ട്, സ്വകാര്യ ജീവിതം, സ്വസ്ഥമായ മനസ്സ്. ചില പ്രതീക്ഷയിലൂടെ നാം തന്നെ നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നു.